ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് വേൾഡ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് ഇവിടെ സുഖമാണ്. ദേ എൻ്റെ കുഞ്ഞ് ഗപ്പീസ് ഞാൻ കുറച്ച് ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വട്ടപാത്രത്തിലിട്ടതാണ്. അതിൻ്റെ തൊട്ടന്നെ ഞാനിപ്പോൾ ഫ്രണ്ടിൽ കൊണ്ടുവച്ചതാണ് ആ വട്ടപാത്രം. അതിൻ്റെ തൊട്ട് ദേ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ചുണ്ടങ്ങ എന്ന് പറയും, തൊട്ടാൽ ഞൊടിയൻ, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ്. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പച്ചക്കറി വന്നത്. എന്നാൽ പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കഴിഞ്ഞു. അപ്പം എന്നാൽ കുറച്ച് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്തൊരു വിലയാണ് പച്ചക്കറിക്കൊക്കെ അറിയോ. അപ്പോൾ ഞാനത് കുറച്ച് വാങ്ങി. കുറച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഒരുപാട് വാങ്ങി വെച്ചാലും വെറുതെ കേടുവരുത്തി കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പയറും കടച്ചക്കയും ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് കൈപ്പയ്ക്ക ചേച്ചി വാങ്ങുമെന്ന് പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞിട്ട് സമ്മതിക്കാണ്ടവൻ കൈപ്പയ്ക്കൊക്കെ തന്നതാണ്. ഫ്രൈ ചെയ്യാമല്ലോ, ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളൂ. അത് കുട്ടികൾക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലീനിങ് എല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ ഞാൻ വെയിൽ കണ്ടപ്പോൾ തന്നെ കുട്ടികളുടെ റൂമിലും ഞങ്ങളുടെ റൂമിലും എല്ലാം എടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ റൂമിലെ ബെഡ് കവർ. അവരുടെ സാധാ ബെഡ്ഷീറ്റാണ്, ഞങ്ങളുടെ ഇങ്ങനത്തെയാണ് ബെഡ്ഷീറ്റ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ്. നമ്മൾ എലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി, നീങ്ങി പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഇടുക പറഞ്ഞാൽ ഒറ്റയ്ക്ക് കുറച്ച് റിസ്ക്കാണ്. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ സഹായത്തിനായി. ഏട്ടനുണ്ടാകുമ്പോഴൊക്കെയാണ് ആദ്യമൊക്കെ ഇങ്ങനെ ബെഡ് കവർ കഴുകാനിടലും കാര്യങ്ങളും ഇടാനും ഒക്കെ. ഇപ്പോൾ ഇങ്ങനെ എലാസ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എലാസ്റ്റിക് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. പക്ഷേ ഇത് കുറച്ചും കൂടെ വലിയ ബെഡ്ഷീറ്റായിരുന്നു. ബെഡ് കവർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതായത് വലിയ ത്രിബിൾ കോട്ടിനുള്ള ഇതാണ്. കണ്ടോ, ഇങ്ങനെ വലിച്ചാലും വരില്ല. ബെഡിന് അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പോഴത്തെ എനിക്ക് വൃത്തിയായി ബെഡ്ഷീറ്റൊക്കെ ഇടാനിഷ്ടമാണ്. ഈ പിള്ളേരൊക്കെ ചാടിക്കയറി കേടുവരുത്തിയാലും എനിക്ക് ദേഷ്യം വരും. പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടും. ഒരുവിധം ഇങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കേടൊന്നും വരില്ല. എലാസ്റ്റിക് ആയതുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അവരുടെ റൂമിൽ അവരുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തലയണ കവർ, ഇതെൻ്റെ ഏറ്റവും വലിയ പണിയാണ്. ഈ തലയണ കവർ ഇടുക എന്ന് പറഞ്ഞാൽ ഇട്ടാൽ കിട്ടുകയില്ല, ദേഷ്യം വരും. ഈ ബെഡ്ഷീറ്റിൻ്റെ കവർ എല്ലാം കൂടെ ഒന്നിച്ചിടണത് എനിക്കിഷ്ടമല്ല. ഈ ബെഡ്ഷീറ്റിൻ്റെ തലയണ കവർ ഞാൻ വേറെ തലയണയിലിട്ട് അവിടെ എടുത്ത് വെച്ചു. ഇത് വേറെ ബെഡ്ഷീറ്റിൻ്റെ തലയണ കവറാണ്. അപ്പോൾ രണ്ടും വേറെ വേറെ അങ്ങനെ ഓരോ പണികൾ. പിന്നെ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതൊക്കെ മടിയായി. എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ മടിയായി. അങ്ങനെ ഇന്നത്തെ റൂമൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ബെഡ്ഷീറ്റും ബെഡ് കവറൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് 2 റൂമിലും സെറ്റ് ചെയ്തു. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സുന്ദരിമണികളായ മുല്ലമുട്ട് പറിക്കണ്ടേ. ഡെയിലി ഇത് തന്നെയാണോ പണി ചോദിക്കും. പക്ഷെ നമുക്ക് ഡെയിലി മുട്ടുണ്ടാകുമ്പോൾ ഡെയിലി പറിക്കണമല്ലോ. അപ്പോൾ അതെ, എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നത്. കുഞ്ഞു ചെടിയാണെങ്കിലും നല്ലോണം പൂവ് തരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ഞാൻ കുറേ നാൾ പൂ ആഗ്രഹിക്കുന്ന അന്ന് മുതൽ ഞാനിങ്ങനെ മല്ലികപ്പൂവിൻ്റെ ചെടി വയ്ക്കാൻ നോക്കിയിട്ട് ഉണ്ടായിട്ടേയില്ല. ആദ്യമായിട്ടാണ് ഇവിടെ പുതിയ വീട്ടിൽ വന്ന് ഒരു കുഞ്ഞു കൊമ്പ് വെച്ചതും തനിയെ അത് മുളച്ച് വന്നത്. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിൻ്റെ ഫ്രണ്ടിൽ ലക്ഷ്മി ചേച്ചി എപ്പോൾ വെട്ടിയാലും തരും, പക്ഷേ ഉണ്ടാവുകയില്ല. ഇതാദ്യമായിട്ടാണ് പുതിയ വീട്ടിൽ വന്നിട്ട് ഉണ്ടായത്. ദേ ഇത്രയും മുട്ട് തന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു ചെടി. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കോർത്തെടുക്കണുണ്ട്. പിന്നെ മുല്ലപ്പൂ എൻ്റെ വീട്ടിൽ നിറച്ചും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് എന്നും മുല്ലപ്പൂ ഉണ്ട്, ഇപ്പോഴും മുല്ലപ്പൂ. ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ കൊടുത്തു വിടും നിറയെ കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് പറയും ഞാൻ. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോഴും ഇതേ കണ്ടോ, ഇത്രയും മുട്ട്. എനിക്കിതിൽ കാണുമ്പോൾ മുട്ട് കുറച്ച് പോലെ തോന്നും, പക്ഷെ കോർത്ത് കഴിയുമ്പോൾ നല്ലോണം ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കൈയും കാലും മുഖം കഴുകിയിട്ട് വിളക്ക് വയ്ക്കാൻ. വൈകുന്നേരമായി. ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതെ വിളക്കൊക്കെ വെച്ച് ഇനി നമുക്ക് പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതെ വിളക്ക് വെച്ച് തൊഴുത്
എല്ലാവിടെയും ഇങ്ങനെ ഭക്തി അടുക്കളയിലൊക്കെ കാണിച്ച് സിറ്റ് ഔട്ടിലൊക്കെ ഭക്തിയൊക്കെ കാണിച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചോട്ടും അവിടെ ഫ്രണ്ടിലേക്ക് കിടക്കുന്നുണ്ട്. ഹാളിലും സാധാരണ ഇങ്ങനെ തീക്കനലിൽ ഇട്ടിട്ട് ഇങ്ങനെ പുക, നമുക്കത് തീക്കനലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, അടുപ്പ് കത്തിക്കണില്ലല്ലോ. അപ്പം നമുക്ക് പറ്റും പോലെ നമ്മുടെ അടുക്കള സരസ്വതി ദേവിയൊക്കെ എന്നും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും നല്ലത് വരാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം പണിയും കഴിഞ്ഞിട്ടാണ്. പിന്നെ വൈകുന്നേരം കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുക തന്നെയല്ലേ. പ്രാർത്ഥിച്ച് വിളക്ക് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇരിക്കും. എന്നിട്ടിങ്ങനെ ഫോണൊക്കെ നോക്കി കമൻസിനൊക്കെ റിപ്ലൈ ഒക്കെ ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല പൂക്കൾ അപ്പുറത്തെ സൈഡ് ഞാൻ ഒരു ഭക്തി എടുത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മണമാണ്. ഹാളും അടുക്കളയൊക്കെ നല്ല ഭക്തിയുടെ മണമാണ്. അപ്പോൾ ഇപ്പോഴത്തെ മരത്തിലെ വയലറ്റ് പൂക്കൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതും കൂടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ, സിറ്റ് ഔട്ടിൻ്റെ തൊട്ട് തന്നെയാണല്ലോ, കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നും, നല്ല മേഘവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ്. ഏട്ടനുണ്ടെങ്കിൽ ഞാനും ഏട്ടനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. ഏട്ടനെ വർക്കുണ്ട്, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ ഒറ്റയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. മഴ വന്നിട്ടില്ല, മഴ വരുന്നത് പോലെ